ആ ആർഷോ എന്ന് പറയുന്ന ഒരു വേട്ടപ്പട്ടി ഉണ്ടല്ലോ, അവനാണ് ഇതിന്റെ നേതാവ്. ഈ ആർഷോ എന്ന് പറയുന്ന വേട്ടപ്പട്ടി അവനും ഏതെങ്കിലും ഒരു പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതായിരിക്കുമല്ലോ, അതും എനിക്ക് സംശയമാണ്. ഈ അന്തം കമ്മികൾക്ക് ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അന്തവുമില്ല കുന്തവുമില്ല, വെളിവുമില്ല വെള്ളിയാഴ്ചയുമില്ല. ഈ കാപാലികന്മാരാണ് പറയുന്നത്, അവസാനം പാടുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നിട്ട് ഇവർ പാടുന്ന പാട്ടാണിത്. ഒരു നരഭോജി കേരളം ഭരിക്കുന്നു. ആ നരഭോജി കേരളം ഭരിക്കുമ്പോ ഈ കേരളത്തിന്റെ ജനങ്ങളെ മുഴുവനും ചുട്ടു തിന്നട്ടെ ആ നരഭോജി ആ സീറ്റ് വിട്ടു പോകുള്ളൂ. മൃഗങ്ങൾ പോലും തോൽക്കും വിധം, മൃഗങ്ങൾ പോലും, ക്രൂര മൃഗങ്ങൾ പോലും തോൽക്കും വിധം ഒരു പാവം വിദ്യാർത്ഥിയെ, ഒരു 20 വയസ്സ് 10-20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവം വിദ്യാർത്ഥി, ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ട് ഒരു കോളേജിലേക്ക് വരിക എന്ന് പറഞ്ഞാല് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പ്രായമാണ് ഒരു 10-20 വയസ്സെന്ന് പറഞ്ഞാല്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരു കോളേജിലേക്ക് പഠിക്കാൻ വന്ന ഒരു പാവം വിദ്യാർത്ഥിയെ 130-130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചിട്ട് റാഗ് ചെയ്ത് 3 ദിവസം കൊണ്ട് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ, ജലപാനമില്ലാതെ ബെൽറ്റിനടിച്ചും പിന്നെ തലയ്ക്ക് പിന്നിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചും ഒരു നെഞ്ചത്ത് കയറി ചവിട്ടിയും അങ്ങനെ ക്രൂരമായ വിനോദങ്ങളോട് കൂടിയിട്ട് ഒരു പാവം വിദ്യാർത്ഥിയെ കൊന്നു, അല്ലെങ്കിൽ തല്ലിക്കൊന്നു എന്ന് പറയാം, ബെൽറ്റിനടിച്ചു കൊന്നു എന്ന് പറയാം. ഒരു ബെൽറ്റ്, 2 ബെൽറ്റ് മുറിഞ്ഞു പോകുന്നത് വരെ, 2 ബെൽറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് മുറിഞ്ഞു പോകുന്നത് വരെ ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ അതുകൊണ്ട് പ്രഹരിച്ച് അയാളെ കൊന്നു. ഇത് ചെയ്തത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന, മനസാക്ഷിക്ക് വേണ്ടി നടക്കുന്ന, പുല്ലിനെയും പൂമ്പാറ്റയെയും പിന്നെ വരെ ദ്രോഹിക്കാത്ത, ആരെയും പിന്നെ വേദനിപ്പിക്കാത്ത ഒരു പാർട്ടിയാണ് എത്തപ്പൈ. SFI എന്ന് പറയുന്ന ആ ഭീകര സംഘടനയാണ് ഈ പറയുന്ന ഈ പയ്യന്റെ, സിദ്ധാർത്ഥ് എന്ന പയ്യന്റെ കൊലപാതകത്തിന്റെ പുറകില്. അതായത് ഒരു പുൽക്കൊടിയെ പോലും നോവിക്കാത്ത, പുല്ലിനെയും പൂമ്പാറ്റയെയും പോലും നോവിക്കാത്ത എത്തപ്പൈ എന്ന് പറയുന്ന ആ എത്തപ്പൈ സംഘടനയാണ് ഈ പറയുന്ന പാവം പയ്യനെ അങ്ങനെ അവര് താലോലിച്ച് താരാട്ട് പാടി കൊലപ്പെടുത്തിയത്. അതാണ് നമ്മളെ എല്ലാവരും വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. കാരണം ഇവരാരെയും ദ്രോഹിക്കില്ല, പാവങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര്, കേരളത്തിലെ എന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എവിടെയെങ്കിലും ഇതൊരു തരി കിടപ്പുണ്ടെങ്കിൽ ആ ഒരു തരി കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ യാതൊരു തരത്തിലുള്ള അന്തവും കുന്തവും വെളിവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ അന്തം കമ്മികൾ എന്ന് പറഞ്ഞ് ഒരു ഓമന പേരിട്ട് വിളിക്കുന്നത്. ഈ അന്തം കമ്മികൾക്ക് ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അന്തവുമില്ല കുന്തവുമില്ല, വെളിവുമില്ല വെള്ളിയാഴ്ചയുമില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു കൂരുണ്ടെങ്കിൽ അതിലൊരു പിന്നെ കുത്തും കൂടെ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന കമ്മ്യൂണിസത്തിന്റെ കൂടെ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരമാണ്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഭീകരമാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ എന്നാണ് അതിന്റെ ശരിയായ മീനിങ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അവന് ഒരു തരത്തിലും ഒരു ന്യായമില്ല, മര്യാദയില്ല. കാരണം അമ്മയില്ല, പെങ്ങളില്ല, ഭാര്യയില്ല, ആരുമില്ല അവന്. പെണ്ണെന്ന് പറയുന്ന ഒരു വർഗം, ഒറ്റ വർഗം മാത്രമേ ഉള്ളൂ, ആണ് പെണ്ണ് എന്ന ഒരേ വർഗം. അപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന്റെ നോട്ടത്തില് ആണ് ഒരു വർഗം, പെണ്ണൊരു വർഗം. ആ പെണ്ണില് അമ്മയുണ്ട്, സഹോദരിയുണ്ട്, മകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സ്ത്രീകൾ വരുന്നത്. ഇവന്മാരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോ സ്ത്രീകൾക്കെല്ലാം ഒരേ രൂപമാണ്. അതായത് കാമിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവാണ് സ്ത്രീ. അതാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാല് ഇവന് അമ്മയെന്നോ പെങ്ങളെന്നോ വീട്ടുകാരെന്നോ നാട്ടുകാരെന്നോ വിദ്യാർത്ഥിയെന്നോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെന്നോ ഒന്നും ഭേദമില്ലാത്ത ഒരു വർഗമാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസത്തിന്റെ പേര് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ശരിക്കും പേര് മാറ്റിയിട്ട് പോലെ വേട്ടപ്പട്ടികളെന്നോ പേപ്പട്ടികളെന്നോ പേരിടണം. പുതിയ പേര് കമ്മ്യൂണിസം, എത്തപ്പയുടെ പുതിയ പേര്. ആ ആർഷോ എന്ന് പറയുന്ന ഒരു വേട്ടപ്പട്ടി ഉണ്ടല്ലോ, അവനാണ് ഇതിന്റെ നേതാവ്. ഈ ആർഷോ എന്ന് പറയുന്ന വേട്ടപ്പട്ടി അവനും ഏതെങ്കിലും ഒരു പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതായിരിക്കുമല്ലോ, അതും എനിക്ക് സംശയമാണ്. അപ്പൊ അവൻ നയിക്കുന്ന ഈ ആർഷോ എന്ന് പറയുന്ന ആ ഭീകര തീവ്രവാദി നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന എത്തപ്പൈ. അപ്പൊ ഈ എത്തപ്പയിൽ കിടക്കുന്ന അവന്റെ ആ ഒരു എന്താ പറയാ കൺട്രോളിൽ വരുന്ന ഈ ആർഷോ എന്ന് പറയുന്നവന്റെ കൺട്രോളിൽ വരുന്ന ആ ടീമിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് ഒരു പാവം ഒരു വിദ്യാർത്ഥിയെ തലങ്ങും വിലങ്ങും തല്ലി കൊല്ലുന്ന ഒരവസ്ഥ. ഇനി ഈ തല്ലിക്കൊല്ലുന്ന വിദ്യാർത്ഥി അത് പേരെന്താണെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? അവന്റെ പേരാണ് സിദ്ധാർത്ഥ്. അവന്റെ പേര് ഒരു
മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അവന്റെ പേര് വേറെന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ന്യൂനപക്ഷക്കാരന്റെ പേരായിരുന്നെങ്കിൽ ഇവരാരും അവനെ തൊടുമായിരുന്നില്ല. ഇത് ഞാൻ ഒരിക്കലും ജാതി പറഞ്ഞ് നിങ്ങളെ ഒരിക്കലും പറയുന്നതല്ല. എവന്റെ പേര് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അൽത്താഫ് എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജിഹാദി പേരായിരുന്നെങ്കിൽ ഈ എത്തപ്പൈ അവരെ തൊടുമായിരുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള മനുഷ്യര് വളരെ അർത്ഥപൂർണമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ഒരുപാട് കാലങ്ങളായി നമ്മൾ ഹിന്ദുക്കളെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് ഇവന്മാരെ കുത്തുന്നു. ഈ കുത്താനായിട്ടുള്ള ഓരോരോ വഴികൾ നോക്കുമ്പോ ഈ ഹിന്ദുക്കളൊക്കെ നേരെ കുത്തുന്നത് അഭിമന്യുവിനെ കൊന്ന കാലത്ത്. അഭിമന്യുവിന്റെ പേര് അഭിമന്യു എന്നായതുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരു പറ്റം തീവ്രവാദികളായ SDPI പ്രവർത്തകർ വന്നിട്ടാണ് കോളേജിൽ വന്നിട്ട് അഭിമന്യുവിനെ കൊന്നത്. എന്തിനാ കൊന്നത്? SFI എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നിരുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന അഭിമന്യുവിനെ കൊന്നത് എന്തിനാണ്? അഭിമന്യു ഒരു വാക്ക് പറഞ്ഞു. എന്ത്? അഭിമന്യു മുൻകൂട്ടി കണ്ടവനാണ്. ആ പയ്യൻ പറഞ്ഞത് ഇവര് RSSന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദുക്കൾക്കിട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്നൊരു വാക്ക് പറഞ്ഞു അഭിമന്യു. അതിൽ പുറത്തു നിന്നുള്ള SDPI പ്രവർത്തകര് അവര് കറക്റ്റായിട്ട് കോളേജിനകത്ത് കയറിയിട്ട് ആ പാവം പയ്യനെ ഒറ്റ കുത്തിന് തീർത്തു. അവന്റെ പേരായിരുന്നു അഭിമന്യു. അഭിമന്യു ആയതിലാണ് അവൻ കൊല്ലപ്പെട്ടത്. അഭിമന്യു ആയതുകൊണ്ടാണ്, അവന്റെ പേര് അഭിമന്യു എന്നായതുകൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടത്. ഇന്ന് ഈ പയ്യൻ കൊല്ലപ്പെട്ടത് ഇവനെ 130ഓളം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ചിട്ട് വിചാരണ ചെയ്തിട്ട് ചിത്രവധം ചെയ്തിട്ട് 3 ദിവസം പീഡിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ച് മൃഗങ്ങളെക്കായിട്ട് കൊലപ്പെടുത്തിയത് ആ പയ്യന്റെ പേര് സിദ്ധാർത്ഥ് എന്നായതുകൊണ്ടാണ്. മുഹമ്മദ് എന്നോ അർത്താഫ് എന്നോ ഷാജഹാൻ എന്നോ എന്നുള്ള പേരായിരുന്നെങ്കിൽ അവനെ ആരും തൊടുമായിരുന്നില്ല. അവന്റെ പേര് സിദ്ധാർത്ഥായി പോയതാണ്. അവൻ ഈ ഭൂമിയിൽ ജനിച്ചു, ഒരു ഹിന്ദുവായിട്ട് ജനിച്ചു, ഒരു ഹിന്ദുവായി വളർന്നു. അവൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ അവനെ അങ്ങ് തട്ടി. അതാരും ചോദിക്കാൻ വരുന്നില്ല. കാരണം ചോദിക്കാൻ വരുന്ന അധികാരങ്ങൾ ഇരിക്കുന്നത് ആരുടെ കയ്യിലാ? ആരാ ഭരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഭരണകർത്താവ് ആരാണ്? മുഖ്യമന്ത്രി ആരാണ്? ഈ കേരള രാജ്യത്തില് ആരും കേൾക്കാത്ത, ആരും ഇതുവരെ കാണാനായിട്ട് പോലും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഭീകരനായ കൊലയാളിയാണ് കേരളം ഭരിക്കുന്നത്. ആ കൊലയാളി കേരളം ഭരിക്കുമ്പോ ഈ എത്തപ്പയ്യല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം എല്ലാവരെയും കൊന്നൊടുക്കിയാലും നമ്മൾ ഒന്നും മിണ്ടാൻ പോവില്ല. കാരണം ഇവർക്ക് ആകെ കൂടിയിട്ട് ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മൂരികളും ഒരു സുഡാപ്പീസും മരിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കി എത്ര ഹിന്ദുക്കൾ ചത്തു തൊലഞ്ഞാലും ഇവരെ സംബന്ധിച്ച് യാതൊരു വിഷയമേ അല്ല. ഈ ഭീകര സംഘടന, ഈ എത്തപ്പൈ എന്ന് പറയുന്ന ഭീകര സംഘടന, ഈ എത്തപ്പൈ എന്ന് പറയുന്ന ഈ കള്ള ഹിമാറുകൾ ഉണ്ടല്ലോ, ഈ കള്ള ഹിമാറുകള് RSSന്റെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ പാവം ഹിന്ദുക്കളുടെ ചങ്കിലേക്കാണ് കത്തി കുത്തി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. RSSകാരുടെ പേരും പറഞ്ഞിട്ട്. RSSകാർ ഇവരെല്ലാവരും എന്താ ചെയ്യാൻ പോയത്? എന്തെങ്കിലും ചെയ്യാൻ പോയോ? ഇല്ല. അപ്പൊ അതിന്റെ ആ പേരും പറഞ്ഞിട്ട് ആ മറവില് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും SFIക്കാർക്കും എവിടെയാണോ ഇവർക്ക് കൂടുതൽ പിന്നെ പവർഫുൾ ആയിട്ടുള്ളത് അവിടെയൊക്കെ ഇവർ ചെയ്യുന്നത് ഈ ഒരൊറ്റ പണിയാണ്. ഇനി ഈ പണിക്ക് കൂലിക്ക് വിളിക്കുന്ന ഇതിന്റെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകര പ്രസ്ഥാനമാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടും SDPIയും ഇവിടുത്തെ മറ്റുള്ള ഈ തീവ്ര മുസ്ലിം സംഘടനകളും. ഈ തീവ്ര മുസ്ലിം സംഘടനകൾ മുഴുവനും നുഴഞ്ഞു കയറിയതാണ് ഇന്ന് ഇവിടെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മുഴുവനുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് പകല് മുഴുവനും ഇവര് ചോപ്പാണ്, പകല് മുഴുവനും ചോപ്പാണ്, രാത്രിയാവുമ്പോ പച്ചയാവും. അപ്പൊ രാത്രി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കാനായിട്ടുള്ള ആയുധപ്പുരയാക്കിയിട്ടുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി ഓഫീസുകളും മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ അനുഭവങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കാം. ഇവിടുത്തെ പാർട്ടി ഓഫീസുകള്, ഇവിടുത്തെ പാർട്ടി ഗ്രാമങ്ങള്, ഇവര് മുഴുവനും ചെയ്തു കൂട്ടുന്നത് ഈ പറയുന്ന പാർട്ടി ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ തീവ്ര മുസ്ലിം സംഘടനകളുടെ ISIS ഭീകരന്മാരുടെ താവളങ്ങളായിട്ടാണ്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല. ഇപ്പൊ ഈ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ട കോളേജിന്റെ വയനാട്ടില് ഈ പറയുന്ന ISISന്റെ ഒരു ഭീകര താവളമുണ്ടെന്ന് അല്ലെങ്കിൽ ഭീകര കേന്ദ്രമുണ്ടെന്ന് മുൻപേ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഭീകര താവളമുണ്ടെന്ന്. ഇനി എന്തിനാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത്? സിദ്ധാർത്ഥിന്റെ കോളേജിൽ സിദ്ധാർത്ഥ് എല്ലാ കുട്ടികളുടെയും ഇടയിൽ അറിയപ്പെടുന്ന നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥിക്ക് എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയിലും നല്ലൊരു പേരുണ്ടായിരുന്ന നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു.
ആ വിദ്യാർത്ഥി കഴിഞ്ഞ വാലന്റൈൻസ് ഡേയില് ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടി നോട്ട് ദ പോയിന്റ്, ആ പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടിയായിരുന്നു. ഒരു തട്ടമിട്ട പെൺകുട്ടിയോട് പ്രേമാഭ്യർത്ഥന നടത്തി എന്നതിന്റെ പേരിലാണെന്ന് പറയുന്നു ഈ പേക്കൂത്തുകൾ മുഴുവനും അവിടെ അരങ്ങേറിയത്. അതിന് ഈ പേക്കൂത്തുകൾ അരങ്ങേറാനായിട്ട് ഉണ്ടാക്കിയ വഴിയാണെങ്കിലോ അതിനേക്കാൾ മനോഹരം. ആ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനെ, സിദ്ധാർത്ഥ് വീട്ടിലേക്ക് ചെല്ലുവാണ്, ഞാൻ വീട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ കുട്ടി വീട്ടിലെത്താനായിട്ട് എറണാകുളം വരെ എത്തിയപ്പോ അവരുടെ ഒരു അമ്മാവൻ, അവരുടെ ഒരു അങ്കിള് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയുടെ തെളിവിന്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. ഈ കുട്ടി എറണാകുളം വരെ എത്തിയപ്പോ, അതായത് ഈ പയ്യന് ഇവന്റെ കൂടെയുള്ള റൂംമേറ്റ് ആയിട്ടുള്ള റഹാൻ എന്ന് പറയുന്ന പേര് ശ്രദ്ധിക്കണം, പേരിൽ തന്നെയുണ്ട്. ഞാൻ പറയുന്ന സംഗതികളുടെ കിടപ്പെല്ലാം പേരിൽ തന്നെയുണ്ട്. റഹാൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ, അതായത് കൂട്ടുകാരൻ മാത്രമല്ല, റൂംമേറ്റ് ആണ്, ഹോസ്റ്റലിലെ റൂംമേറ്റ് ആണ്, ക്ലാസ്മേറ്റ് മാത്രമല്ല റൂംമേറ്റും കൂടിയാണ്. ആ റൂംമേറ്റ് വിളിച്ചു വരുത്താണ്, അത്യാവശ്യമായിട്ടൊരു പേപ്പർ കോളേജിൽ കൊടുക്കാനുണ്ട്, നീ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നും പറഞ്ഞിട്ട് ഇവര് അവനെ വിളിച്ചു വരുത്താണ്. ആ വിളിച്ചു വരുത്തുന്ന കൂട്ടത്തില് അക്ഷയ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, ഡാനി എബ്രഹാം ഉണ്ട്, അൽത്താഫ് ഉണ്ട്, റഹാൻ ഉണ്ട്. ഇനിയും പേര് എത്ര പോലെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഒരുപാട് സുറാപ്പീസ് കാണും. എന്നാലും ഈ ഒരു കേസില് പ്രത്യേകമായിട്ടുള്ളൊരു സംഗതി, ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് സന്തോഷിക്കാൻ മാത്രം ഒരു സംഗതിയുണ്ട്, മതേതരത്വമുണ്ട്. വലിയ ഉണ്ടംപൊരി വലിപ്പത്തില് വലിയൊരു മതേതരത്വം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഈ കൊലപാതകത്തില്. ഈ കൊലപാതകികളില് ഒരുപാട് വലിയൊരു, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പൊക്കി പിടിക്കുന്ന മതേതരത്വമുണ്ട്. അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം. അപ്പൊ ഈ എന്താ പറയാ, പേരുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. റഹാൻ ഉണ്ട്, അൽത്താഫ് ഉണ്ട്, ഡാനി എബ്രഹാം ഉണ്ട്, അക്ഷയ് ഉണ്ട്. അപ്പൊ മതേതരത്വമായിട്ടുണ്ട്. മതേതരത്വ കൊലപാതകമാണ്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അപ്പൊ ഈ മതേതരത്വ കൊലപാതകം നടത്താനായിട്ട് ഈ വീട്ടിലേക്ക് പോയ പയ്യനെ പാതി വഴിക്ക് വെച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവനെ തേജോവധം ചെയ്യുമ്പോ, ചിത്രവധം ചെയ്യുമ്പോ ഈ 130 കുട്ടികളും കൂടെ പഠിക്കുന്ന 130 ഹോസ്റ്റലിലത്തെ പിള്ളേരുകളും നോക്കി നിൽക്കുന്നവ അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പാവം പയ്യനെ ഇത്രയും ദിവസങ്ങള് പച്ചവെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ 3 ദിവസം പീഡിപ്പിച്ച് കൊന്നത് ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ടാണെന്ന് പറയുന്നു. ഈ 130 പേരും ഏതെങ്കിലും ഒക്കെ അച്ഛനും അമ്മയ്ക്കും, നമ്മുടെ കേരളത്തിൽ ഉണ്ടായ അച്ഛനും അമ്മയ്ക്കും, ജനിച്ച അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മക്കളായിരിക്കുമല്ലോ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെയൊക്കെ അമ്മ പ്രസവിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ കൊല്ലപ്പെടാനായിട്ട് കിടക്കുമ്പോ, അവനെ കൊല്ലാൻ നിൽക്കുമ്പോ ഈ 130 മക്കളും കൂട്ടുനിന്ന് അത് ആസ്വദിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഭാവി തലമുറ എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചോ. അത്രയ്ക്കും ക്രൂരമായ, നമ്മുടെ ഭൂമിയിൽ ഇനി കലികാലത്തിൽ പറയുന്ന പോലെ തന്നെ കലി മുളച്ചിരിക്കുന്ന ഈ 130 കലികളും, ഈ 130 കലികളും ആ ഹോസ്റ്റലിലത്തെ ഒരു വാർഡൻ ഉണ്ടാവുമല്ലോ. ഒരു ഹോസ്റ്റൽ ആയി കഴിഞ്ഞാൽ, ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നാൽ അതിനൊരു വാർഡൻ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അവിടെ ഒരു വാർഡൻ ഉണ്ടെങ്കിൽ, ഒരു ഹോസ്റ്റലില് ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞാല് എന്താണ് ഏതാണെന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ഹോസ്റ്റൽ വാർഡൻ ഉണ്ടായിരിക്കും, അതിനൊരു അധികാരി ഉണ്ടായിരിക്കും. ആ അധികാരികളൊന്നും ഇതറിഞ്ഞില്ല, അവരിതൊന്നും കേട്ടില്ല. പക്ഷെ അവരുടെ അങ്കിൾ സംസാരിക്കുമ്പോ പറയുന്നു അവന്റെ ദീനമായ കരച്ചില് മൈലുകളോളം ദൂരെ കേൾക്കാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഈ പറയുന്ന ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടക്കുമ്പോ ഈ 130 കുട്ടികളും ഈ പയ്യന്റെ കരച്ചില് കേട്ട് കാണില്ലേ? ഒരു പാവം പയ്യന്റെ കരച്ചില്, ദയനീയമായ കരച്ചില് കേട്ട് കാണില്ലേ? അപ്പൊ യുവന്മാർക്ക് ആർക്കും വെളിവുണ്ടായി കാണില്ല. കഞ്ചാവും കഞ്ചാവും തലയ്ക്ക് പിടിച്ചിട്ട് വെളിവില്ലാത്ത ഈ 130 മക്കളും നോക്കി നിൽക്കുന്ന പിള്ളേർക്കും, ഈ കുട്ടി കൊരങ്ങന്മാർക്കും, ഈ എത്തപ്പൈ പിള്ളേർക്കും വെളിവുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഒരു മനുഷ്യനായവർ ചെയ്യുന്നതാണോ ഈ പ്രവൃത്തി? ഏതെങ്കിലും ഒരാളെങ്കിലും പ്രതികരിക്കില്ലേ? ചെയ്യരുത്, ഒരു മനുഷ്യനാണത്. ഇവര് പാടി നടക്കുന്നുണ്ടല്ലോ, മനുഷ്യനാകണം. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തല്ലിക്കൊന്നിട്ട്, മധു എന്ന് പറയുന്ന ഒരു പാവം മിണ്ടാ പ്രാണിയെ പച്ചയ്ക്ക് തല്ലിക്കൊന്നിട്ട്, എന്ത് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിൽ തല്ലിക്കൊന്ന കാപാലികന്മാരാണ്. ഈ കാപാലികന്മാരാണ് പറയുന്നത്, അവസാനം പാടുന്നത് മനുഷ്യനാകണം, മനുഷ്യനാകണം എന്നിട്ട് ഇവര് പാടുന്ന പാട്ടാണിത്. ഈ കാപാലികന്മാര്, ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദികൾ എന്ന് തന്നെ പറയും. കാരണം ഏറ്റവും വലിയ നമ്പർ 1 കൊലപാതകി, നരാധമൻ, ഒരു നരഭോജി കേരളം ഭരിക്കുന്നു. ആ നരഭോജി കേരളം ഭരിക്കുമ്പോ ഈ കേരളത്തിന്റെ ജനങ്ങളെ മുഴുവനും, മൊത്തം പറയാൻ പറ്റില്ല, ഹിന്ദു ജനങ്ങളെ മുഴുവൻ ചുട്ടു തിന്നട്ടെ ആ നരഭോജി ആ സീറ്റ് വിട്ടു പോകുള്ളൂ.
ഈ നരഭോജിയാണ്. ആ നരഭോജിയാണ് കയറഴിച്ചു വിട്ടിരിക്കുന്നത് എല്ലാത്തിനെയും തീർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ ആ സ്ഥാനത്ത് കയറി ഇരിക്കുവാണ്.